തൂവൽ തീരത്തുണ്ടായത് ഒരു അപകടമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമായാണ് ഇന്നും അവിടുത്തെ മനുഷ്യർ കണക്കാക്കുന്നത്. 15 കുട്ടികളും 5 സ്ത്രീകളും അടക്കം 22 പേരുടെ ജീവനാണെന്ന് പൊലിഞ്ഞുപോയത്. ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ സർക്കാർ ഇന്നുവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. 2023 മെയ് 7 അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പൂരപ്പുഴയുടെ ആഴങ്ങളിലേക്ക് 22 ജീവൻ ആണ്ടുപോയ ദിവസം. അന്ന് ഏകദേശം 5:30 കൂടിയിട്ടാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ട് രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാരികളുമായി ഏകദേശം 50ഓളം പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരുന്നത്. ആ ബോട്ട് പൂരപ്പുഴയിലൂടെ യാത്ര തുടർന്നത് ഏറെ വൈകിയില്ല. 6:15 കൂടി ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ആ ബോട്ട് മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന പ്രധാനിയായിട്ടുള്ള സമീർ നമ്മളോടൊപ്പം ചേരുകയാണ്. അന്ന് വൈകുന്നേരം പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരെയായിരുന്നു. തൂവൽ തീരത്ത് വിനോദസഞ്ചാരത്തിന് യാത്രാ ബോട്ട് പുഴയിൽ മറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ തടിച്ചുകൂടിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത്യാവശ്യം കുറച്ച് വള്ളം കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇത് താണു കിടക്കുന്നത്. അങ്ങേ സൈഡിൽ നിന്ന് ആളുകളൊക്കെ പുഴയിലേക്ക് ചാടി നീന്തി വന്ന് താഴേക്ക് മുങ്ങിയിട്ടാണ് ബോട്ടിനെ കാണാൻ പറ്റിയത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റാതെ ഇതൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഈ കമ്പികൾ ഇങ്ങനെ പൂട്ടിയിട്ട് തുറക്കാൻ പറ്റാതെ ആളുകൾ പഞ്ച് ചെയ്തിട്ട് ഇത് പൊട്ടിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കടന്നത്. 4 പേര് മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു ചെറു വള്ളമാണ് ഈ രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ തായ് ഭാഗം ഇങ്ങനെയും മേൽഭാഗം ഇങ്ങനെയും വീതിയിലാണ് ഇത് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണം തന്നെ ശരിയല്ല. ശരിക്ക് ഇത് പോർട്ട് ഉദ്യോഗസ്ഥര്, മാരിടൈമിന്റെ ആളുകൾ ഇവരൊക്കെ വന്ന് ഇത് നോക്കിയിട്ട് വേണമായിരുന്നു ഇത് കായലിൽ ഇറക്കാൻ അവർക്ക് അനുമതി കൊടുക്കേണ്ടത്. മലപ്പുറം ജില്ലയിൽ ഉള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ഇതിന്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. ഏകദേശം 3 മണിയോട് കൂടിയായിരുന്നു ആ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിന്മേൽ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലുള്ള ഒരു കുട്ടിക്ക് പോലും നഷ്ടപരിഹാരമോ ചികിത്സയ്ക്ക് വേണ്ട ആ തുകയോ സർക്കാർ അനുവദിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും വേദനയോടെ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഇനിയെങ്കിലും ആ കുട്ടികൾക്ക്, അതായത് ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന കുട്ടികൾക്ക് ഒരു സഹായം അല്ലെങ്കിൽ അവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലാക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.